നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിന്റെ ആളെക്കൊല്ലി ടൂറിസമായ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പൊട്ടി പാളീസായപ്പോൾ വിചാരിച്ചു അടുത്ത പദ്ധതിയെങ്കിലും കൃത്യമായി നടപ്പിലാക്കുമെന്ന്. പക്ഷേ അത് മുഹമ്മദ് റിയാസിനെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. സ്വന്തം കീശ വീർപ്പിക്കാനല്ലാതെ ഇത്തരക്കാരെ കൊണ്ട് മറ്റൊന്നിനും നടക്കില്ല എന്ന് ഒന്നുകൂടെ ആവർത്തിച്ച് കാണിച്ചു തന്നിരിക്കുകയാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് വീണതാണെങ്കിൽ ഇപ്പോൾ ആക്കുളം വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിർമ്മിച്ച കണ്ണാടി പാലം ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ പൊട്ടി വീണു എന്നതാണ് ശ്രദ്ധേയം. കോടികൾ മുടക്കി കേരളത്തിൽ എന്തോ വലിയ കാര്യം നടപ്പാക്കുമെന്ന് പറഞ്ഞു പറ്റിച്ച് ഫണ്ട് മുക്കി അടിമുടി തരികിടയിൽ തയ്യാറാക്കിയ പദ്ധതിയാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. മുഖ്യനും മരുമകനും കൂടെ കേരളത്തെ കടം കൊണ്ട് കുട്ടിച്ചോറാക്കാനുള്ള നീക്കത്തിലാണോ എന്നും ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നു. എന്തായാലും ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി ടൂറിസം വകുപ്പ് കൊട്ടിയാഘോഷിച്ചു കൊണ്ടുവന്ന ആക്കുളം വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിർമ്മിച്ച കണ്ണാടി പാലവും തകർന്നിരിക്കുകയാണ്. സംഭവം വലിയ ചർച്ചയ്ക്ക് ഇടയാക്കുന്നു. പാലം ഉദ്ഘാടനം പോലും ചെയ്യാത്തതിനാൽ ഇക്കാര്യത്തിൽ ആക്കം കൂടുകയും ചെയ്യും. പദ്ധതി തുടങ്ങും മുമ്പ് തന്നെ ഇങ്ങനെ കണ്ണാടി പാലം തകർന്നതിന് പിന്നിൽ ഫണ്ട് മുക്കൽ പരിപാടിയുണ്ടോ എന്നുള്ള സംശയം ഉൾപ്പെടെയാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും സംഭവം ദുരൂഹമാണ്. പാലത്തിലേക്ക് കയറുന്ന ഭാഗത്താണ് ഗ്ലാസ് തകർന്നിരിക്കുന്നത്. ഭാരം കൂടിയ എന്തെങ്കിലും വസ്തു ഗ്ലാസിന് മീതെ വീഴാനുള്ള ഒരു സാഹചര്യവുമില്ല. ആരും ഇവിടേക്ക് കയറിയതായിട്ടുള്ള വിവരങ്ങളുമില്ല. ഇതേ സാഹചര്യത്തിൽ പാലത്തിലെ കണ്ണാടി തകർന്നതോടെ കണ്ണാടിയുടെ ഗുണനിലവാരം ചോദ്യം ചെയ്യപ്പെടുകയാണ്. സാഹസിക വിനോദം എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് 75 അടി ഉയരത്തിൽ 52 മീറ്റർ നീളമുള്ള കണ്ണാടി പാലമാണ് നിർമ്മിച്ചത്. അതാണ് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ പൊട്ടി താഴെ വീണിരിക്കുന്നത്. പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഇത്തരത്തിൽ സർക്കാർ പദ്ധതികളിൽ വിശ്വസിക്കുക എന്നൊരു ചോദ്യം ഇതോടൊപ്പം ഉയരുന്നുണ്ട്. ചെന്നൈ മാതൃകയിൽ LED സ്ക്രീൻ ഉപയോഗിച്ച് പാലത്തിലേക്ക് കയറുമ്പോൾ ശബ്ദത്തോടെ ചില്ല് തകർന്ന കാഴ്ച ഉൾപ്പെടെ ഉണ്ടാക്കിയിരിക്കുന്ന പാലമാണ് ഇപ്പോൾ അശ്രദ്ധ കാരണം പൊട്ടിയിരിക്കുന്നതെന്ന് ശ്രദ്ധേയം. ഒരേ സമയം 20 പേർക്ക് പാലത്തിൽ കൂടി സഞ്ചരിക്കാൻ കഴിയുമെന്ന സർക്കാർ അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് ഒരാൾ പോലും കയറാതെ ആ പാലം പൊട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 13-ന് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന പാലമാണ് ഇത്. എന്നാൽ വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ തകർച്ച ഉണ്ടായിരുന്നതിനെ തുടർന്നാണ് ഈ ഉദ്ഘാടനം മാറ്റിവെച്ചത്. നിർമ്മാണത്തിന് വരുത്തിവെച്ചിരിക്കുന്ന തട്ടിക്കൂട്ടലാണ് അപകടത്തിന് വഴിവെച്ചതെന്ന ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. കരിക്കകത്ത് നിർമ്മിച്ച ഉയർന്നു പൊങ്ങുന്ന പാലം ഉദ്ഘാടന ദിവസം പോലും ഉയർത്താത്തതും വലിയ ദുരൂഹതകൾ ഉയർത്തുന്നുണ്ട്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഴ്സ് എന്റർപ്രണേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കുമാണ് പാർക്കിന്റെ നടത്തിപ്പും പരിപാലനവും നൽകിയിരിക്കുന്നത്. വട്ടിയൂർക്കാവ് MLA പ്രശാന്തിന്റെ നേതൃത്വത്തിൽ DYFIക്കാരുടേതാണ് സൊസൈറ്റി. സർക്കാർ കരാറുകളിൽ ഇടനില നിന്ന് പണം തട്ടുകയാണ് സൊസൈറ്റി എന്ന വ്യാപകമായ ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ പാലം പൊളിഞ്ഞതെന്നും ഓർക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സഖാക്കന്മാർ കീശ വീർപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങളുടെ പണമെടുത്ത് ഇത്തരത്തിൽ പുട്ടടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള താക്കീതും ജനങ്ങൾ നൽകുന്നുണ്ട്.